മൂന്നാർ വിഷയത്തിൽ ഇടുക്കി ദേവികുളം സബ് കളക്ടറുടെ നടപടികൾ നിയമവിരുദ്ധമെന്ന CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ നിയമവിരുദ്ധമായും ജനദ്രോഹപരമായുമാണ് പ്രവർത്തിക്കുന്നത്. നടപടി തിരുത്താൻ സബ് കളക്ടർ തയ്യാറാകണമെന്നും KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. സബ് കളക്ടർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, അവിടെ ഭൂമി സംബന്ധമായ അഞ്ച് നാട്, മറയൂർ, കാന്തല്ലൂർ, വട്ടവട തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കണമെന്ന്. അങ്ങനെ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 80 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ഒരു നിജസ് വരണമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് സബ് കളക്ടർ അവിടെ പോയിരുന്നു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓസ്ട്രേലിയയിൽ മലയാളി ടാക്സി ഡ്രൈവറെ തദ്ദേശീയർ ആക്രമിച്ചു. ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിച്ചായിരുന്നു കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ലിമാക്സിനെ ആക്രമിച്ചത്. ഇയാളുടെ മുഖത്ത് പരിക്കേറ്റു. ടാസ്മാനിയ സംസ്ഥാനത്തെ ഹൊബാർട്ടിലെ ഭക്ഷണശാലയിലായിരുന്നു ആക്രമണം. വംശീയ ആക്രമണമാണെന്ന് കാട്ടി ഇയാൾ ടാസ്മാനിയൻ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഹൊബാർട്ടിലെ മാക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റിൽ ശനി പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തദ്ദേശീയരായ 4 യുവാക്കളും യുവതിയും ഭക്ഷണശാലയിലെ ജീവനക്കാരുമായിരുന്നു തർക്കിക്കുന്നത് ലിമാക്സ് കണ്ടിരുന്നത്. ഇവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോഴാണ് ഇവർ ആക്രമണം നടത്തിയത്. തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ നൽകിയ നിർദ്ദേശത്തിന്റെ വിവരങ്ങൾ പുറത്ത്. ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകിയത് 2015 നവംബർ 24-ന്. ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. EP ജയരാജൻ വധശ്രമ കേസിലെ പ്രതിയെയും ഇതോടൊപ്പം വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മദ്യദുരന്ത കേസിലെ പ്രതിയായ മണിച്ചനും കൊച്ചനിയനും പട്ടികയിലുണ്ട്. കൊടും കുറ്റവാളികളായ തടവുകാരെ ജയിൽ മോചിതരാക്കാനുള്ള പദ്ധതിക്ക് 2015 നവംബർ 24-നാണ് തുടക്കം കുറിക്കുന്നത്. മോചിപ്പിക്കപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ജയിൽ വകുപ്പിന് നിർദ്ദേശം നൽകി. 4 മാസം നീണ്ട പരിശോധനയുടെ ഒടുവിൽ വിട്ടയക്കപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറായി. 216 തടവുകാർ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ആഭ്യന്തര ജയിൽ വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രവീൺ എന്ന യുവാവിനെ അറുത്ത് കഷ്ണങ്ങളായി മുറിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ഉപേക്ഷിച്ച DYSP R ഷാജി, SFI നേതാവ് KV സുധീഷിനെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ പേട്ട ദിനേശൻ, കണ്ണൂർ കനകരാജ് വധക്കേസിലെ കുറ്റവാളി ദാസൻ, കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്ത കേസിലെ പ്രതികളായ മണിച്ചൻ, സഹോദരൻ കൊച്ചനി, 3 തവണ ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ശിവജി എന്നീ ക്രിമിനലുകൾ ഉൾപ്പെട്ട 216 പേരുടെ പട്ടികയാണ് തയ്യാറാക്കപ്പെട്ടത്. ഇതിൽ പേട്ട ദിനേശൻ ആന്ധ്രയിൽ വെച്ച് EP ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ജയിൽ ചാടിയവരെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവിന് പരിഗണിക്കരുത് എന്ന മുൻ നിർദ്ദേശം ശിവജിയുടെ കാര്യത്തിൽ കാറ്റിൽ പറത്തി. കടുംവെട്ട് തീരുമാനങ്ങൾ എടുത്തതുവഴി കുപ്രസിദ്ധി ആർജിച്ച 2016 മാർച്ച് 1-ലെ ക്യാബിനറ്റിലെ പ്രധാന അജണ്ടകളിലൊന്ന് ഈ കൊടും ക്രിമിനലുകളുടെ മോചനമായിരുന്നു. അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡവാണിയിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷം വിട്ടയക്കാനും വിട്ടയക്കപ്പെടുന്ന തടവുകാരുടെ മാർഗരേഖ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 3-അംഗ ഉന്നതതല സമിതിയെ ചുമതലപ്പെടുത്തിയും ക്യാബിനറ്റ് പിരിഞ്ഞു. തങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് പുതിയ തെളിവുകൾ. മുൻപ് സുപ്രീം കോടതി വരെ ശിക്ഷ ശരിവെച്ച ഡേവിഡ് ലാലിയെ മന്ത്രിസഭയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഒരു ദിവസം പോലും തടവ് ശിക്ഷ അനുഭവിക്കാതെ UDF സർക്കാർ വിട്ടയച്ചത് വിവാദമായിരുന്നു. ഭരണപക്ഷത്തിനെതിരെ ജയിൽ ശിക്ഷാ ഇളവ് ആയുധമാക്കാൻ ഒരുങ്ങുന്ന UDFനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് പുതിയ തെളിവുകൾ. S ജീവൻകുമാർ, തിരുവനന്തപുരം. KSU ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നു. തർക്കം മൂലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. വിജയികൾക്കെതിരെ NSU നേതൃത്വത്തിന് ലഭിക്കുന്നത് നിരവധി പരാതികളാണ്. കണ്ണൂർ ജില്ലാ അധ്യക്ഷനെ ചൊല്ലി AI വിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉയരുകയാണ്. ഇതിനാൽ ഫലപ്രഖ്യാപനം ദില്ലിയിലേക്ക് നീളാനാണ് സാധ്യത. NSU വെബ്സൈറ്റിൽ 2 ദിവസത്തിനകം ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് A ഗ്രൂപ്പിലെ അഭിജിത്തിന് ഭൂരിപക്ഷം ലഭിച്ചു. I ഗ്രൂപ്പിലെ അബ്ദുൾ റഷീദിനെ ദയനീയമായി പരാജയപ്പെടുത്തിയാണ് അഭിജിത്ത് വിജയിച്ചത്. എന്നാൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ I ഗ്രൂപ്പ് കരുത്തുകാട്ടി. 20 ഭാരവാഹികൾ I ഗ്രൂപ്പിന് ലഭിച്ചതായും പ്രസിഡന്റ് സ്ഥാനമടക്കം 15 എണ്ണം ഭാരവാഹികൾ A വിഭാഗത്തിന് ലഭിച്ചതായും അവകാശവാദങ്ങളുണ്ട്. ഇപ്പോൾ KPCC അധ്യക്ഷനായി താൽക്കാലികമായി ചുമതലയേറ്റ MM ഹസൻ VD സതീശനാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വന്നത്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. 3 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ് MM ഹസന്റെ
ഔദ്യോഗിക സ്ഥാനാരോഹണം ചടങ്ങ് ആണ് അവിടെ പുരോഗമിക്കുന്നത്. അതിലേക്കെത്താം. UDF വോട്ട് തേടി KM മാണി ഇന്ന് മലപ്പുറത്ത്. കേരള കോൺഗ്രസ് കൺവെൻഷൻ വൈകിട്ട് 3 മണിക്ക് ടൗൺ ഹാളിൽ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം PK കുഞ്ഞാലിക്കുട്ടി നാളെയും NDA മറ്റന്നാളും തുടങ്ങും. LDF സ്ഥാനാർത്ഥി ഇന്ന് മങ്കട മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചോദിക്കാനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. PJ ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. കേരള കോൺഗ്രസിന്റെ പിന്തുണ തേടി ലീഗ് നേതൃത്വം മാണിയെ സമീപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത ആവേശം അണികളിലുണ്ടായെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗം ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുമാറ് ആവേശം എല്ലായിടത്തും പ്രകടമാണ്. UDFന്റെ മണ്ഡല പര്യടനം നാളെ തുടങ്ങും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ ഇന്ന് മങ്കട മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പര്യടനം പൂർത്തിയാവുന്നതോടെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിലേക്ക് കടക്കും. NDA മുന്നണി മണ്ഡലതല പര്യടനം നാളെ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വയനാട് മീനങ്ങാടിയിൽ 10ഉം 15ഉം വയസ്സുള്ള ആദിവാസി പെൺകുട്ടികൾ പീഡനത്തിനിരയായി. ബന്ധുക്കളായ 2 പേരെ ഇത് സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ അടുത്ത ബന്ധുക്കളാണിവർ. മാതാപിതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. അതേസമയം വയനാട് യത്തീംഖാനയിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ ടോൾ ഫ്രീ നമ്പർ മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാവുക. പോലീസിന്റെയും വിവിധ സർക്കാരേതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി ഇനി വിളിക്കുക 181 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. സംസ്ഥാനത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭം മിത്ര 181 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ ആരോടും പറയാനില്ല എന്ന സങ്കടമുണ്ടാവരുത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. കുടുംബത്തിനകത്തോ വെളിയിലോ നിരന്തരമായിട്ട് അവഹേളിക്കപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ആയ വലിയ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആധിപത്യത്തിന് വിധേയമാകുന്നു എന്ന് വന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് തൊട്ടടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തു നിന്നുള്ളവർക്കും ഈ 3 അക്കത്തിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാം. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമാക്കിയാണ് മിത്ര 181ന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. ഒരു സമയം 32 പേരിൽ നിന്നും പരാതികൾ സ്വീകരിക്കും. ലഭിക്കുന്ന പരാതികൾ അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി തുടർ നടപടിയും ഉറപ്പാക്കും. ഇതിന്മേൽ കൃത്യമായ നിരീക്ഷണവും ഉണ്ടാകും. പോലീസിന്റെയും വിവിധ സർക്കാരേതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായും സുരക്ഷിതരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പും സംസ്ഥാന വനിതാ കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതിയുടെ മേൽനോട്ടം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷം കൈരളി TV പത്തനംതിട്ട പൗരാവലിയും കാഴ്ചയും ചേർന്ന് വലിയ ജനസമക്ഷത്തിൽ ആഘോഷിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് കൈരളി TVയുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും അരങ്ങേറി. ഈ പരിപാടിയുടെ പൂർണ്ണരൂപം ഈസ്റ്റർ ദിനത്തിൽ കൈരളി TVയിൽ തന്നെ സംപ്രേഷണം ചെയ്യും. ചിരിയുടെ തമ്പുരാന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കാൻ നാടൊട്ടുക്കാണ് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണനാവുള്ള തിരുമേനി എന്നാണ് ക്രിസോസ്റ്റം തിരുമേനിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വളരെ സരളമായ ഭാഷയിൽ തമാശ കലർന്ന പ്രസംഗത്തിലൂടെ അതിഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായ കഴിവാണ് തിരുമേനിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത 100 കിലോ വരുന്ന കേക്കാണ് ആഘോഷ പരിപാടിയിൽ തിരുമേനി മുറിച്ച് എല്ലാവർക്കുമായി പങ്കുവച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ 99 വർഷം എനിക്ക്
സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ തക്കവണ്ണം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും ആ ഉപകാരങ്ങൾ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ദൈവം എന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനിക്ക് പ്രണാമങ്ങളുമായി രാഷ്ട്രീയ സാംസ്കാരിക നായകരുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. തുടർന്ന് കൈരളി ടിവിയുടെ വന്ദനം 2017 മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊടും വരൾച്ചയിൽ വയനാട്ടിലെ നെൽകൃഷി തകരുമ്പോൾ ഒരു വിഭാഗം കർഷകർ പരമ്പരാഗത ഗോത്രവർഗ നെൽവിത്തുകളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. പരമ്പരാഗത നെൽവിത്തുകൾക്ക് വരൾച്ചയെ അതിജീവിക്കാൻ ശേഷിയുണ്ടെന്ന് കാർഷിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു. അത്യുഷ്ണത്തിൽ വയനാടൻ മലനിരകൾ ചുട്ടുപൊള്ളുകയാണ്. കർഷകരാരും ഇപ്പോൾ പുഞ്ചകൃഷി ചെയ്യുന്നില്ല. ചെയ്യുന്ന കൃഷിയാകട്ടെ ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. വയനാട്ടിൽ 39,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെറും 9,000 ഹെക്ടറായി ചുരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം നെൽപ്പാടങ്ങളെ വരുണ്ടുണങ്ങിയ ഭൂമിയാക്കി മാറ്റിയപ്പോൾ ഊരുകളിലെ ആദിവാസികളിൽ പലരും തൊഴിലില്ലാതെ രോഗങ്ങളുടെ പിടിയിലമർന്ന് വേനൽമഴയ്ക്കായി കാത്തിരിക്കുകയാണ്. വൻ ഉൽപാദനം ലക്ഷ്യമിട്ട് ആധുനിക വിത്തിനങ്ങളെ മാത്രം ആശ്രയിച്ചവരെല്ലാം ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത നെൽവിത്തുകളെ തേടിയെത്തുകയാണ്. മുള്ളൻ കൈമയും പൊന്മണിയും മരത്തുണ്ടിയും വെളിയനും വയനാടൻ തുണ്ടിയുമെല്ലാം പരീക്ഷിച്ച് പലരും അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുന്നു. ഈ കഴിഞ്ഞിടെ മഴയില്ലാഞ്ഞിട്ടും കതിര് വരുമ്പോൾ ഒരുവിധം മണി നിറഞ്ഞ് വിളഞ്ഞിരിക്കുന്നത് പാരമ്പര്യ വിത്തുകൾ മാത്രമാണ്. ഈൽഡ് വെറൈറ്റികളൊക്കെ മണികൾ ഈ കന്നി തുലാവർഷം ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഗോത്രവർഗ്ഗക്കാരും കർഷകരും മാത്രമല്ല കാർഷിക ശാസ്ത്രജ്ഞരും വയനാടൻ നെൽവിത്തിനങ്ങളുടെ സാധ്യതകൾ ആരായുന്നു. നമ്മുടെ നാട്ടില് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നെല്ലിന്റെ ഒരുപാട് തരങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ കർഷകർ അതാത് കാലാവസ്ഥകൾക്കും അതാത് പ്രദേശത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പറമ്പുവട്ടൻ എന്ന് പറയുന്ന ഒരു നാടൻ വിത്ത്, അത് ഭയങ്കരമായിട്ട് അതിനെ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള ഒരു വിത്താണ്. വരൾച്ചയിൽ വരണ്ടുടങ്ങിയ ഈ നെൽപ്പാടങ്ങൾ പഴയ പച്ചപ്പിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ആദിവാസി ഊരുകളിലെ ജീവിത പ്രയാസങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ബത്തേരിയിൽ നിന്ന് കെ രാജേന്ദ്രൻ. NCDC കേരള റീജിയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നടന്നുവന്ന അഡ്വാൻസ്ഡ് മെഡിറ്റേഷൻ പരിശീലന ക്യാമ്പ് ഇന്നലെ സമാപിച്ചു. ശിക്ഷക് സദനിൽ നടന്ന ക്യാമ്പ് മേയർ EP ലതയാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്.